ഞങ്ങൾ വണ്ടിയും കൊണ്ടാണ് കേട്ടോ പോണത്. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നെങ്കിലും എല്ലാരും കേറിട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും വലിയ ഫെറി ആയിരുന്നു ഇത്തവണ. അതുകൊണ്ട് ഫെറിയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വണ്ടിയും കൊണ്ടുവരാണെങ്കിൽ നേരത്തെ എത്തണല്ലോ. അതുകൊണ്ട് ഇന്നലെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ 5:30 ആവുമ്പോ തന്നെ വണ്ടി ട്രാക്കിലിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഫെറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വീഡിയോയില് പറയാത്തത് ആദ്യത്തെ ഫർസാൻ വീഡിയോയില് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഫർസാനിലേക്ക് എത്തി. ആദ്യം ഞങ്ങൾ പോണത് കസർ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ടും ഞങ്ങൾ കണ്ട സ്ഥലമായതുകൊണ്ടും കൂടെയുള്ളവരൊക്കെ പറഞ്ഞു വിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടോ. ഈ കായ കണ്ടോ? ഇതൊരു ടൈപ്പ് ഇല്ലന്തപ്പായിരുന്നു കേട്ടോ. അപ്പൊ അതും ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാണ്. പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ഹൈലൈറ്റ് ആയ മാദി ബ്രിഡ്ജിന്റെ അടുത്ത് കേട്ടോ. ഇവിടെ എന്തായാലും ഇറങ്ങാതെക്കാൻ പറ്റൂല, കാരണം ഒരുപാട് മീനുള്ള നല്ല സ്ഥലമാണിത്. പിന്നെ ഞങ്ങൾ പാലത്തിന്റെ അടിയിലാണ് കേട്ടോ ഉള്ളത്. ഇതിന്റെ മുകളിൽ കയറിയാലാണ് താഴെ മീനുകളൊക്കെ പോണ കാണാം. പിന്നെ ഞങ്ങൾ എല്ലാരും വള്ളത്തിലൊക്കെ കളിച്ച് പാലത്തിന്റെ മുകളിലേക്ക് എത്തി. ഇനി ഈ പാലത്തിന്റെ ഭംഗി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ ഈ ഹോട്ടലില് റൂം എടുത്തിട്ടോ. ഇവിടെ ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് അധികം പുറത്തെക്കാൻ കഴിയൂല. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് എല്ലാരും ഒന്ന് ഫ്രഷ് ആയി ഒന്ന് കിടന്നുറങ്ങിട്ടോ. ഇന്നലെ ഇറങ്ങാത്തോണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണിയാവുമ്പോ എല്ലാരും നീച്ച് നേരെ ഫുഡൊക്കെ കഴിച്ച് ബോട്ടിങ്ങിനാണ് കേട്ടോ പോയത്. ഇവിടുന്നാണ് ബോട്ട് സർവീസ് ഉള്ളത്. ഈ പോലീസുകാരൊക്കെ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ വിടുന്നത്. ഓരോരുത്തരും പ്രത്യേകം നോക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ള ബോട്ടൊക്കെ റെഡിയായി. ഞങ്ങളും ബോട്ട് യാത്ര തുടങ്ങി. ബോട്ട് യാത്ര എന്നൊക്കെ പറഞ്ഞാല് ഇതാണ്. കാരണം അത്രയും അടിപൊളിയായിരുന്നു. ഒപ്പം നല്ല വൈബിലുള്ള ആൾക്കാരും. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തുട്ടോ. ബോട്ടിന്റെ ആളാണെങ്കിൽ നമുക്ക് ഊഞ്ഞാലൊക്കെ കെട്ടി തരുന്നുണ്ട്. അതുകൊണ്ട് കടലിൽ ഊഞ്ഞാലാടാനും പറ്റി. വെള്ളമൊക്കെ നീല കളറില് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന്. ഇപ്പൊ ഞങ്ങൾ കണ്ടൽക്കാടുകൾ കാണാൻ പോവാട്ടോ. വേലിയേറ്റ ഭാഗങ്ങളിൽ ഇടത്തുറന്ന് വളരുന്ന കണ്ടൽ മരങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് ഫർസാൻ. ഒരുപാട് കടൽ പക്ഷികൾ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. കരഭാഗങ്ങളെ അപകടങ്ങളിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും രക്ഷിക്കുന്നു. ഇത് സംരക്ഷിച്ച് വളർത്തണം കേട്ടോ. ഇവിടെ കടലിന്റെ നടുവില് ഇതുപോലെ സ്ഥലം ഒരു അത്ഭുതം തന്നെയാണ്. അടുത്തത് ഇനി ഫിഷിങ്ങിനുള്ള ടൈമാണ്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങള് കുറച്ച് ആയുള്ള സ്ഥലത്തേക്ക് പോയിട്ടോ. കണ്ടൽക്കാട്
ആടുകൾ നിൽക്കുന്ന ഭാഗത്ത് അധികം ഹൈറ്റ് ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ അപ്പുറത്ത് കാണുന്ന ബോട്ടിൽ നിന്ന് കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങിട്ടോ. മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഫിഷിങ്ങിന് പോണ വഴിയില് ഇതുപോലെ ചെറിയ ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ എല്ലാരും വള്ളത്തിൽ ഇറങ്ങി നല്ലോണം എൻജോയ് ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിന്റെ ആങ്കർ ഒക്കെ വള്ളത്തിൽ ഇറക്കിട്ടോ. അധികം കാറ്റില്ലാത്ത സമയത്താണ് ഇവിടെ ഡോൾഫിൻസ് എന്നൊക്കെ കാണാൻ പറ്റുക. ഇത് ഞങ്ങൾ അറിയുന്ന ഫാമിലി പോയപ്പോ അവര് കണ്ടതാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഡോൾഫിൻസിനെ കാണാൻ പറ്റിയില്ല. മീനൊക്കെ പിടിച്ചിട്ടോ. ഡോൾഫിനെ കണ്ടില്ലെങ്കിൽ എന്താ, ഞങ്ങളൊരു ഷാർക്കിനെ അങ്ങോട്ട് പിടിച്ചു. പിന്നെ ഞങ്ങൾ അതിനെ വള്ളത്തിലേക്ക് തന്നെ വിട്ടുട്ടോ. അങ്ങനെ ബോട്ടിങ്ങിന്റെ ടൈം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ എല്ലാരും ഫ്രഷ് ആയി ഞങ്ങള് പാർക്കിൽ കണ്ടിട്ടോ പോയത്. പിന്നെ കൊറേ ടൈം പാർക്കിലൊക്കെ കളിച്ചിട്ടോ. ഫസ്റ്റ് സൺഡിൽ വന്നാല് മീൻ കഴിക്കാതെ പോവാൻ പറ്റൂലല്ലോ അല്ലേ. അതുകൊണ്ട് നേരെ വിട്ടു മീനും ചോറും കഴിക്കാന്. അങ്ങനെ ഇപ്പച്ചാളൊക്കെ മീനും ചോറാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങളാരും മീൻ കഴിക്കാത്തോണ്ട് ഞങ്ങൾക്ക് അൽഫാമും ചോറായിരുന്നു. പിന്നെ എല്ലാരും റൂമിൽ പോയി നേരത്തെ കടന്നുറങ്ങി. രാവിലെ 3 മണിക്ക് സീപോർട്ടിൽ എത്തണം. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നേരത്തെ പോയി ക്യൂ നിക്കണം കേട്ടോ. അങ്ങനെ വേഗം സീപോർട്ടിലേക്ക് വിട്ടു. വണ്ടിയിൽ കൊറേ നേരം ഇരുന്ന് ബോറടിച്ചപ്പോ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പൊ കുറച്ച് അപ്പുറത്ത് കൊറേ ലോറികള് വേറെ ഒരു ഫെറിയിൽ കേറാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിക്കൊക്കെ കേറാനുള്ള ടൈം ആയപ്പോ ഞങ്ങൾ സീപോർട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ടോ. വണ്ടി കൊണ്ട് കേറുമ്പോ അതിലെ ഡ്രൈവർ മാത്രം പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേറി കൊറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഫെറി യാത്ര തുടങ്ങിയത്. ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുമ്പോ ഒരുപാട് മീനിനും ജെല്ലി ഫിഷിനും ഒക്കെ കാണാൻ പറ്റും ട്ടോ. ഞങ്ങൾ ജിസാൻ സീപോർട്ടിലെത്തി. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് തെളിഞ്ഞ വെള്ളത്തില് തിരമാല വരുന്നതൊന്നല്ല. ഞങ്ങൾ വന്ന ഫെറിയിലെ വേസ്റ്റ് ഒക്കെ തുറന്നു വിട്ടതാണ് ട്ടോ. അങ്ങനെ പിന്നെ വണ്ടികളൊക്കെ ഓരോന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.